ഹായ്, വെൽക്കം ബാക്ക്. നമ്മുടെ സീസൺ 1 രണ്ടാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഹ്യൂമൻ ബ്രെയിനിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് മുന്നേ നമുക്ക് വേറെ 3-4 ടോപ്പിക്സ് ഒന്ന് ചർച്ച ചെയ്യാനുണ്ട്. അതിൽ ആദ്യം വരുന്ന കാര്യമാണ് ന്യൂറോൺ. എന്താണ് ന്യൂറോൺ? ഹ്യൂമൻ ബ്രെയിനിൽ മില്യൺസ് ആയിട്ടുള്ള കാര്യമാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. ന്യൂറോണാണ് നമുക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഒക്കെ നമുക്ക് എങ്ങനെ പ്രവർത്തിക്കണം, ഇപ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാക്കുന്നത് ന്യൂറോണാണ്. ന്യൂറോൺസിന് മെയിനായിട്ട് 5 പാർട്ടാണുള്ളത്: ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. ഈ ആക്സോൺ എന്ന് പറയുന്ന, ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇമേജ് കൊടുക്കാം. ആക്സോൺ എന്ന് പറയുന്ന സാധനത്തിനെ, ആ ഒരു വസ്തുവിനെ കവർ ചെയ്തിരിക്കുന്ന വേറൊരു വസ്തുവുണ്ട്, അതിൻ്റെ പേരാണ് മൈലിൻ ഷീത്ത്. അപ്പോൾ നമ്മുടെ ന്യൂറോൺ, അതായത് ന്യൂറോണിൻ്റെ 5 പാർട്സിൽ ആദ്യത്തെ നമുക്ക് ഓരോന്നായിട്ട് ചർച്ച ചെയ്യാം. ആദ്യത്തെ പാർട്ടാണ് ഡെൻഡ്രൈറ്റ്. അതായത് വേറെ ഒരു ന്യൂറോണിൽ നിന്നുള്ള ഇമ്പൾസിനെ ഈ ഒരു ന്യൂറോണിലേക്ക് കണക്ട് ചെയ്യുന്ന, അതായത് ഇമ്പൾസിനെ ആകർഷിച്ചെടുക്കുന്ന ഒരു വസ്തുവാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. പിന്നുള്ളത് ഡെൻഡ്രോൺ. ഡെൻഡ്രോണിൻ്റെ ജോലി ഈ ഒരു ഡെൻഡ്രൈറ്റ് എടുത്ത ഇമ്പൾസിനെ ഡെൻഡ്രോഡ് വഴി ആക്സോണിലേക്ക് കൊടുക്കുക എന്നതാണ് ഡെൻഡ്രോണിൻ്റെ ജോലി. ആക്സോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇമ്പൾസിനെ ആക്സോണൈറ്റിലേക്ക് കൊടുക്കുക. ആക്സോണൈറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ ആക്സോണൈറ്റിലുള്ള ഇമ്പൾസിനെ സിനാപ്റ്റിക് നോബിലേക്ക് കൊടുക്കുക. സിനാപ്റ്റിക് നോബിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇമ്പൾസിനെ അടുത്തൊരു ന്യൂറോണിലേക്ക് പാസ് ചെയ്യുക. അതായത് ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 2 ന്യൂറോൺസിൻ്റെ ഇടയിൽ ഉള്ള ഭാഗത്തിനാണ് സിനാപ്സ് എന്ന് പറയുന്നത്. സിനാപ്സ് എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻസ് ബിറ്റ്വീൻ 2 ന്യൂറോൺസ്, അതായത് 2 ന്യൂറോണിൻ്റെ ഇടയിലുള്ള പോർഷനെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. അതിൽ കൂടെ പാസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ, അതായത് ഈ ഒരു ന്യൂറോണിൽ നിന്ന് അടുത്തൊരു ന്യൂറോണിലേക്ക് പാസ് ചെയ്യുന്ന ആ ഒരു ഇമ്പൾസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ന്യൂറോണിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്ന കാര്യം നെർവ്സ് ആണ്. അപ്പോൾ നെർവ്സ് 3 തരമുണ്ട്. അതിലൊന്നാമതായിട്ട് വരുന്നതാണ് സെൻസറി നെർവ്, രണ്ടാമതായിട്ട് വരുന്നത് മോട്ടോർ നെർവ്, മൂന്നാമതായിട്ട് വരുന്നത് മിക്സഡ് നെർവ്. സെൻസറി നെർവ് എന്ന് പറഞ്ഞാൽ സെൻസറി നെർവ്സിൻ്റെ ഫൈബർ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഒരു നെർവാണ്. മോട്ടോർ നെർവ് എന്ന് പറഞ്ഞാൽ മോട്ടോർ നെർവിൻ്റെ ഫൈബേഴ്സ് കൊണ്ട് ഉണ്ടാക്കപ്പെട്ട നെർവാണ്. മിക്സഡ് നെർവ് എന്ന് പറയുന്നത് മോട്ടോർ നെർവിൻ്റെയും അതുപോലെ തന്നെ സെൻസറി നെർവിൻ്റെയും ഫൈബേഴ്സ് തമ്മിൽ മിക്സ് ചെയ്തുണ്ടാക്കിയ നെർവാണ്. ഇനി നമുക്ക് ഇവയുടെ പ്രത്യേകതകൾ, അതായത് ഇവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്നതാണ് സെൻസറി നെർവ്. സെൻസറി നെർവ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള പല ഭാഗങ്ങളിൽ നിന്നുള്ള ഇമ്പൾസസിനെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും എത്തിക്കുക എന്നുള്ള ഫംഗ്ഷനാണ് ഉള്ളത്. രണ്ടാമതായിട്ടുള്ളതാണ് മോട്ടോർ, അതായത് ഇമ്പൾസ് നമ്മുടെ സ്പൈനൽ കോഡിലേക്കും ബ്രെയിനിലേക്കും എത്തിയത് കൊണ്ട് നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കണം. അപ്പോൾ ആ ഒരു റിപ്ലൈ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന നെർവാണ് മോട്ടോർ നെർവ്. പിന്നെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലെ നെർവ്സിനെ, ഇമ്പൾസസിനെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ച് വിടുന്ന നെർവാണ് മിക്സഡ് നെർവ്. ഇത്രയുമാണ് നമുക്ക് നെർവസിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ള ടോപ്പിക്കാണ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം 2 തരമുണ്ട്. ഒന്നാമത്തേത് സെൻട്രൽ നെർവസ് സിസ്റ്റവും രണ്ടാമത്തേത് പെരിഫറൽ നെർവസ് സിസ്റ്റവും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ളത് നമ്മുടെ ബ്രെയിനും അതുപോലെ തന്നെ സ്പൈനൽ കോഡുമാണ്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലുള്ളത് ക്രേനിയൽ നെർവ്സും അതുപോലെ തന്നെ സ്പൈനൽ നെർവ്സുമാണ്. ക്രേനിയൽ നെർവ്സ് 12 പെയേഴ്സാണുള്ളത്. സ്പൈനൽ നെർവ്സ് 31 പെയേഴ്സുമാണുള്ളത്. അപ്പോൾ ഇത്രയാണ് നെർവ് സിസ്റ്റത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ഭാഗമാണ് മെഡുള്ള ഒബ്ലോങ്ങട്ട. അത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ആ ഒരു മെഡുള്ള ഒബ്ലോങ്ങട്ടയിൽ നിന്നുള്ള കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന പോർഷനാണ് നമ്മുടെ സ്പൈനൽ കോഡ് അഥവാ നട്ടെല്ല്. ഈ നമ്മുടെ സ്പൈനൽ കോഡ് മെനിഞ്ചസ് എന്ന് പറയുന്ന ഒരു വസ്തു കൊണ്ട് കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിലായാലും നമ്മുടെ സ്പൈനൽ കോഡിൽ, അതായത് ആ ഒരു മസിൽ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലാത്തൊരു ഭാഗം ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടാണ് അവിടെയുള്ള ഭാഗങ്ങളെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. സ്പൈനൽ കോഡിന് മെയിനായിട്ട് 5 ഭാഗങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തേതാണ് ഡോർസൽ റൂട്ട്, രണ്ടാമത്തേത് വെൻട്രൽ റൂട്ട്, മൂന്നാമത് ഗ്രേ മാറ്റർ, നാലാമത് വൈറ്റ് മാറ്റർ, പിന്നെ 5-മതായിട്ടുള്ളതാണ് സ്പൈനൽ കോഡിൻ്റെ സെൻറ്ററിലായിട്ട് കാണുന്ന സെൻട്രൽ കനാൽ. ഈ ഒരു ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് ഒരു സ്പൈനൽ നെർവ് ഉണ്ടാവുന്നത്. ഈ ഒരു ഡോർസൽ റൂട്ടിൽ കൂടെയാണ് നമ്മുടെ
ശരീരത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ഇമ്പൾസസ് സ്പൈനൽ കോഡിലേക്ക് എത്തുന്നത്. അതിനുള്ള റിപ്ലൈ ആയിട്ട് മോട്ടോർ ഇമ്പൾസസ് പോകുന്നതാണ് വെൻട്രൽ റൂട്ട് വഴി. അപ്പോൾ സ്പൈനൽ കോഡിനെ പറ്റിയിട്ട് നമുക്ക് ഇത്രയാണ് മറ്റേ അറിയാനായിട്ടുള്ളത്. അതിൻ്റെയും ഫോട്ടോ നമ്മൾ ഇമേജ് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യമാണ് റിഫ്ലക്സ് ആക്ഷൻ. സ്പൈനൽ കോഡ് ആണ് റിഫ്ലക്സ് ആക്ഷന്റെ ഒരു സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ് എല്ലാ റിഫ്ലക്സ് ആക്ഷൻസും സ്പൈനൽ കോഡിനെ കൺട്രോളിലല്ല. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിനായിട്ട് നമ്മൾ കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വാഹനം ഓടിക്കുന്ന സമയത്ത് കണ്ണിലേക്ക് എന്തെങ്കിലും വന്ന് വീഴുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സെറിബ്രം എന്ന് പറയുന്ന ബ്രെയിൻ്റെ പാർട്ടാണ്. ഇങ്ങനത്തെ റിഫ്ലക്സ് ആക്ഷനെ പറയുന്ന പേരാണ് സെറിബ്രൽ റിഫ്ലക്സ് ആക്ഷൻ. ഇനി നമുക്ക് റിഫ്ലക്സ് ആക്ഷന്റെ ഒരു ചിത്രം ഇവിടെ കാണിക്കാം. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സൂചി കൊള്ളുകയോ അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് തീ നമ്മുടെ കയ്യിൽ അറിയാതെ കൊള്ളുകയോ ചെയ്യുമ്പോൾ അവിടെ ഒരു സ്റ്റിമുല ഉണ്ടാവും. ആ ഒരു സ്റ്റിമുലനെ റിസപ്റ്റേഴ്സ് ക്യാരി ചെയ്ത് നമ്മുടെ സ്പൈനൽ കോഡിലേക്ക് എത്തിക്കും, ഡോർസൽ റൂട്ട് വഴി. ആ ഒരു സ്പൈനൽ കോഡിൽ നിന്നിട്ട് അതിന്റെ റിപ്ലൈ ആയിട്ടുള്ള തിരിച്ചു വരുന്ന ഇമ്പൾസിനെ നമ്മുടെ മോട്ടോർ നെർവ്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ സ്പൈനൽ കോഡാണ് ഇപ്പോൾ നമ്മുടെ റിഫ്ലക്സ് ആക്ഷന്റെ കേന്ദ്രമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ റിസപ്റ്റേഴ്സ് കൊണ്ടുപോകുന്ന ഇമ്പൾസസ് ഡോർസൽ റൂട്ട് വഴി നമുക്ക് സ്പൈനൽ കോഡിൽ എത്തുകയും അത് തിരിച്ച് വെൻട്രൽ റൂട്ട് വഴി മോട്ടോർ ഇമ്പൾസായി തിരിച്ചു വരികയും നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് വേറൊരു നെർവസ് സിസ്റ്റത്തെ പറ്റി ചർച്ച ചെയ്യാം. അതാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. അതായത് നമ്മളിപ്പോൾ കോൺഷ്യസ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റമാണ്. അതായത് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ് ഈ ഒരു ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിന് മെയിനായിട്ട് 2 പാർട്ടുകളാണ് ഉള്ളത്. ഒന്ന് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും, 2 പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റവും. ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ഇമേജ് കൊടുക്കാം, അതുവഴി നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൽ നമ്മുടെ പ്യൂപ്പിൾ ഇൻ്റെ ഐ ഡയലൈറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ സലൈവയുടെ പ്രൊഡക്ഷൻ കുറയും, ട്രക്കിയ എക്സ്പാൻഡ് ചെയ്യും, ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ആവും, അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് സ്ലോ ഡൗൺ ആവും, ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആവും, അതുപോലെ തന്നെ നമ്മുടെ പെരിസ്റ്റാൾസിസ് സ്ലോ ഡൗൺ ആവും. അതുപോലെ തന്നെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിലാണെങ്കിൽ പ്യൂപ്പിൾസിൻ്റെ ഐ കൺട്രാക്ട്സ്, അത് ചെറുതാവും, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഇൻക്രീസ് ആവും, ട്രക്കിയ ചുരുങ്ങാൻ തുടങ്ങും, അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് നോർമലാവും, ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസും നോർമലാവും, ഗ്ലൂക്കോസ് ഗ്ലൈക്കോസിനായിട്ട് കൺവേർട്ട് ആവും, പെരിസ്റ്റാൾസിസ് എല്ലാം നമ്മുടെ നോർമലായിട്ട് സംഭവിക്കും, ഒരു യൂറിനറി ബ്ലാഡർ കൺട്രാക്റ്റ് ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിലുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പ്രധാന ടോപ്പിക്കായിട്ടുള്ള ബ്രെയിനിലേക്ക് വരാം. ബ്രെയിനിന് മെയിനായിട്ട് 5 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് സെറിബ്രം, രണ്ടാമത്തത് സെറിബെല്ലം, മൂന്നാമത്തത് മെഡുള്ള ഒബ്ലാങ്കട്ട, നാലാമതായിട്ടുള്ളത് തലാമസ്, അഞ്ചാമതായിട്ടുള്ളത് ഹൈപ്പോതലാമസ്. ഇതിൽ സെറിബ്രമാണ് ബ്രെയിനിൻ്റെ ലാർജസ്റ്റ് പാർട്ട്. അതിൽ നമുക്ക് ഒരുപാട് ചുളിവുകളും മടക്കുകളും ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഇതിനെ പുറമേ ഉള്ള ഗ്രേ കളർ മാറ്ററാണ് കോർട്ടെക്സ്, അകത്തുള്ള വെള്ള കളറുള്ള അതായത് വൈറ്റ് കളർ മാറ്ററാണ് മെഡുള്ള. അതുപോലെ തന്നെ സെറിബ്രമാണ് നമ്മുടെ ഇമാജിനേഷൻ, അതുപോലെ തന്നെ ഇൻ്റലിജൻസ്, മെമ്മറി, ഇവയുടെ എല്ലാം ഒരു കേന്ദ്രമാണ് നമ്മുടെ സെറിബ്രം എന്ന് പറയുന്ന ബ്രെയിനിൻ്റെ പാർട്ട്. രണ്ടാമതായിട്ട് വരുന്ന പാർട്ടാണ് സെറിബെല്ലം. സെറിബെല്ലമാണ് നമ്മുടെ ബ്രെയിനിലെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട്. ഇവിടെയും നമുക്ക് ഒരുപാട് ചുളിവുകളും മടക്കുകളും ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ മസിൽ ആക്ടിവിറ്റീസ്, അതായത് നമ്മളിപ്പോൾ കൈ അനക്കുമ്പോൾ ഈ ഒരു വശത്തുള്ള കയ്യിലുള്ള മസിൽസ് എങ്ങനെ പ്രവർത്തിക്കണം, അതിൻ്റെ കോർഡിനേറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാലൻസ്, ബോഡി ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രധാന ഫങ്ഷനുള്ള ബ്രെയിനിൻ്റെ ഒരു പാർട്ടാണ് സെറിബെല്ലം. മൂന്നാമതായിട്ട് വരുന്ന പാർട്ടാണ് മെഡുള്ള. മെഡുള്ള എന്ന് പറയുന്നത് നമ്മുടെ സെറിബ്രത്തിന് താഴെയായിട്ട് ഒരു റോഡ് ഷേപ്പിൽ നീണ്ടു കിടക്കുന്ന ഒരു വസ്തുവാണ്. ഇതിൻ്റെ ഈ ഒരു മെഡുള്ള ഒബ്ലോങ്കട്ടയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മുടെ സ്പൈനൽ കോഡ് വരുന്നത്. മെഡുള്ളയാണ് നമ്മുടെ ഇൻവോളണ്ടറി ആക്ഷൻസ്, അതായത് നമ്മുടെ ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ്, അതുപോലെ തന്നെ കണ്ണടക്കൽ, ഇങ്ങനത്തുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് മെഡുള്ള ഒബ്ലോങ്കട്ട. അടുത്തതായിട്ടുള്ളതാണ് തലാമസ്. തലാമസ് എന്ന് പറയുന്നത് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ, അതായത് നമ്മുടെ വേരിയസ് പാർട്സിൽ നിന്ന് വരുന്ന ഇമ്പൾസസിനെ എല്ലാം ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിനെ നമുക്ക് ആദ്യം റെസ്പോണ്ട് ചെയ്യിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ തലാമസ് ആണ്. അതുപോലെ തലാമസ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സെറിബ്രത്തിന് താഴെയായിട്ടാണ്. അടുത്തതായിട്ട് വരുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിന്റെ പ്രധാന ഫങ്ഷൻസ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാറ്റിസ്,
നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹൈപ്പോ തലാമസ് ആണ്. ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് തലാമസിന് തൊട്ട് താഴെയായിട്ടാണ്. സോ ഇതാണ് ബ്രെയിനിന്റെ 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകൾ. ഇത് കൂടാതെ വേറൊരു പാർട്ട് കൂടെ ഉണ്ട്, ഒരു ചെറിയൊരു പാർട്ട് നമ്മുടെ ബ്രെയിനിന്റെ മിഡിലായിട്ടുള്ള ഒരു പാർട്ടാണ്. ഇതിന് പറയുന്ന പേരാണ് അമിഗ്ഡല. അമിഗ്ഡലയുടെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഒരു പട്ടി കടിക്കാൻ വന്നാൽ നമ്മൾ ഓടണം, അതായത് ഫിയർ റെസ്പോൺസ്, അങ്ങനെ ഫിയർ ആൻഡ് ഇമോഷണൽ റെസ്പോൺസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ അമിഗ്ഡല എന്ന് പറയുന്നത്. അത് ഇപ്പോൾ നമ്മൾ ഒരു പട്ടീനെ കാണുകയാണെങ്കിൽ പട്ടി നമ്മൾ ഓടിച്ചിടുമ്പോൾ നമ്മൾ ഓടുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ അമിഗ്ഡലയാണ്. സിംഹം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പേടിയില്ലാതെ അതിനെ ഫ്രണ്ടിൽ കയറി നിന്നാൽ നമ്മളെ സിംഹം ആക്രമിക്കാം, അതുവഴി നമ്മൾ മരണം സംഭവിക്കാം. നമുക്ക് ഒരു ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു വസ്തുവാണ് പേടി അല്ലെങ്കിൽ ഇമോഷൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ബ്രെയിനിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ പറയും ഈ ബ്രെയിനിൻ്റെ കാര്യം പറയാനായിട്ട് പറഞ്ഞിട്ട് വേറെ ഒരുപാട് കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. ബ്രെയിനിൻ്റെ മാത്രമായിട്ട് പറയുന്നതിനേക്കാട്ടിലും നല്ലത് അതിൻ്റെ കൂടെ പറയാൻ പറ്റിയ മറ്റു കാര്യങ്ങളും കൂടി ഞാൻ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സീസൺ 1 എപ്പിസോഡ് 2ാമത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.